നമസ്കാരം. ആ മാധ്യമപ്രവർത്തകയായിട്ടുള്ള റിനിയുടെ വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ ഇവൻ വെറും കോഴിയല്ല, കാട്ടുകോഴിയാണ്. എനിക്ക് ആ റിനിയുടെ വെളിപ്പെടുത്തലെല്ലാം പുറത്തു വന്ന വാർത്താ സമ്മേളനം കേട്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പൂവൻകോഴിയും പിടക്കോഴികളെയും കണ്ടിട്ടുണ്ട്. അതിൽ പൂവൻകോഴി പോലും ഇത്ര മനസാക്ഷിയില്ലാതെ ആ പിടക്കോഴികളെടുത്ത് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ആ പൂവൻകോഴികളെക്കാൾ വലിയ ഒരു മികച്ച കോഴിയാണെന്ന് ഈ പറയുന്ന മാങ്ങാണ്ടി തെളിയിച്ചിരിക്കുകയാണ്. എങ്ങനെ സാധിക്കുന്നിടേ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഉടനടി ഇമാതിരി മെസ്സേജ് ഒക്കെ അയക്കാൻ കഴിയുന്നു. പറയുന്നത് കേട്ടില്ലേ, 5 സ്റ്റാർ ഹോട്ടൽ, അതായത് അടൂരിൽ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളതിനെ കുറിച്ച് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ആകെ ജനപ്രതിനിധിയായിട്ട് വളരെ ചുരുങ്ങിയ കാലം, അതിനിടയ്ക്ക് 5 സ്റ്റാർ ആണത്രേ. എവിടെ നിന്നാണ് വരുമാനം എന്നൊന്നും ആരും ചോദിക്കരുത്. നേരത്തെ തന്നെ വരുമാനമില്ലാതെ, നേരത്തെ ഫാദർ ഇല്ല, അമ്മയ്ക്ക് ചെറിയ ജോലിയാണ്. അതിനുശേഷം PK ഫിറോസിനെ പോലെ തന്നെ സാമ്പത്തിക നേട്ടം അങ്ങ് കുമിഞ്ഞുകൂടിയത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സംഭവവികാസം വരുമ്പോൾ, നേരത്തെ മാങ്ങാണ്ടി കിളിർപ്പിച്ചത് അങ്ങ് ബാംഗ്ലൂരിലെ 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിൽ ഇവിടെ തലസ്ഥാനത്തും ഈ കോഴിത്തരം കാണിക്കാൻ വേണ്ടി 5 സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്ത് തരം മനുഷ്യനാണ്! അതായത് സ്വന്തം പദവി മറന്നുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ കേട്ടില്ലേ. അതായത് ഇതിനേക്കാൾ വലിയ പീഡനക്കേസിൽ ഇരയായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല അത്ര. എന്താ ആത്മവിശ്വാസം! അതായത് ഈ നാട്ടിൽ സഹപ്രവർത്തകയാണെങ്കിലും മാധ്യമപ്രവർത്തകയാണെങ്കിലും ശംഭു പാൽക്കുളങ്ങരേക്കാൾ വലിയ കോഴി കോൺഗ്രസിനകത്തുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പലരോടും പരാതി പറഞ്ഞു. അത് അവന്റെ സ്വഭാവമാണ്, അവ ഇങ്ങനെയൊക്കെയാണ്, അവൻ പിടക്കോഴിയെ കണ്ട അപ്പോഴേ പൂവൻകോഴി ആയിക്കളയും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നുകിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണം, ഇതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തവണ അവർ ഉപദേശിച്ചു വിട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെയും പിന്നെയും അമ്മാതിരി പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്താലും മാറാത്ത ഞരമ്പിന്റെ തകരാറാണെന്ന് പറയേണ്ടി വരികയാണ്. പ്രമുഖ സംഘി ചാനലിനകത്ത് ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് നാട്ടുകാർ അറിഞ്ഞു. ആ മാങ്ങാണ്ടി കിളിർത്ത ഗർഭം അത് കലക്കിയതിനു ശേഷം അടുത്ത ഇടത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് ഇതുപോലെ യൂസ് ചെയ്യുക, ത്രോ ചെയ്യുക, യൂസ് ചെയ്യുക, ത്രോ ചെയ്യുക, പുറത്തിറങ്ങിയിട്ട് സ്ത്രീപക്ഷ നിലപാട് പറയുക. എങ്ങനെയുണ്ട്? ഇങ്ങനെയും ചിലരുണ്ട്. അതാണ് കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്ന പുതിയ കാലഘട്ടത്തിലെ മാങ്ങാണ്ടികൾ എന്ന് പറയുകയാണ്. നേരത്തെ ഈ വാർത്തയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത സന്ദർഭത്തിൽ പലരും കരുതിയിട്ടുണ്ടാകും ഇല്ലാത്തത് എന്തോ ഒരാളോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം തീർക്കാൻ സൃഷ്ടിച്ചതാണെന്ന്. ഇപ്പോ എന്ത് പറയുന്നു? അന്നും പരാതി ഇല്ലാത്തതിന്റെ കാരണത്താലാണ് പേര് പറയാത്തത്. അത് വേറെ ആളാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഇപ്പോ മറ്റൊരാളെടുത്ത് ഇത് ചെയ്യുമ്പോൾ, ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ, ഇത് യവന്റെ സ്ഥിരം പൂവൻകോഴി പണിയാണെന്ന് അറിയുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ധൈര്യം കാട്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമല്ലേ? ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നവനെ ആ മണ്ഡലത്തിലെ ഏതെങ്കിലും വീട്ടിൽ കയറ്റാൻ പറ്റുമോ? അവിടെയെല്ലാം എങ്ങനെയാണ് ഒരു പിടക്കോഴിയെ കണ്ടു കഴിഞ്ഞാൽ പൂവൻകോഴി ചെയ്യുന്നത്, അതേപോലെ ചിറകും താത്തി നിന്ന് റൗണ്ട് അടിക്കുന്ന ഒരു പരിപാടി ഇവ ഇറക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ആ മണ്ഡലത്തിലുള്ള കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ജയിപ്പിച്ചവരായിക്കോട്ടെ, ജാഗ്രത പാലിക്കുന്നത് നിങ്ങൾക്ക് തന്നെ നല്ലതായിരിക്കും. മൊബൈൽ ഫോൺ നമ്പർ ഒന്നും കൊടുത്തു കളയല്ലേ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് പോയിലും അയച്ചു കളയല്ലേ. സ്ത്രീയാണെങ്കിൽ ഉടനടി എന്താണ് അവസ്ഥയെന്ന് വളരെ കൃത്യമായിട്ട് റിനി പറയുന്നുണ്ട്. അവർ ചലച്ചിത്ര താരമാണ്, മാധ്യമ പ്രവർത്തകയാണ്, ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിൽ ജോലി ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് നേരിട്ടൊരു അനുഭവത്തെക്കുറിച്ച് പുറത്തു പറയുമ്പോൾ ഈ നാട്ടിൽ ഇന്നലകളിൽ പറഞ്ഞതൊന്നും ഊഹാപോഹമായിരുന്നില്ല, കള്ളമായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? പറഞ്ഞതൊക്കെയും പച്ചയായിട്ടുള്ള വസ്തുതയാണ്, കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ പറഞ്ഞത് അന്ന് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഇന്നിപ്പോ ഹൂ കെയേഴ്സ് എന്ന പേര് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ആ മാങ്ങാണ്ടിക്ക് ഒരു ഞരമ്പ് വീക്കാണെന്നുള്ള കാര്യം. ആ ഞരമ്പ് വീക്ക്നെസ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ സ്ത്രീകളടുത്ത്. അങ്ങനെ സ്ത്രീകൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാരിക്കേഡ് കെട്ട് മാറ്റി നിർത്തേണ്ട ഒരു 916 കാട്ടു പൂവൻകോഴിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇതിനേക്കാൾ ഇനി ഒരു വെളിപ്പെടുത്തൽ വരാനില്ല. അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടി വേണ്ടത്. എന്തായാലും ഗോഡ് ഫാദർമാരെയൊക്കെ സംരക്ഷിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരോടാണ് ഇതിനെ സംബന്ധിച്ച് പരാതി പറയാൻ സാധ്യതയെന്നും ആ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് അടുത്ത ബന്ധമുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. സതീശൻ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ പ്രതികരണം പുറത്തേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കൂടി അത് കേട്ടിരിക്കുക. എങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ ചില ഞരമ്പ് തകരാറുള്ള മാങ്ങാണ്ടികൾ ഏത് തോട്ടം കണ്ടാലും അവിടെ കയറി വിളയിറക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാളെ ചികിത്സിക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച്
വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു വയനാട് ഫണ്ട് പോലെ വേറൊരു ഫണ്ട് പിരിവിനൂടി അവസരമുണ്ട്. അതെടുത്ത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്ന് ഇതോടെ തെളിഞ്ഞിട്ടുണ്ട്.